നമസ്കാരം. അന്താരാഷ്ട്ര ഉപരോധ ഭീഷണി ഉണ്ടായാലും ശരി, പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പുകൾ ഉണ്ടായാലും ശരി, അതൊക്കെ വെറും തൃണമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുസ്ഥിര ഊർജ ഭാവിക്കായി പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ് റഷ്യയും ഇറാനും. ഇറാനിൽ 4 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനായി റഷ്യയുടെ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായ റോസോറ്റോമുമായി ഇറാൻ $25 ബില്യൺ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിൽ നടന്ന ആറ്റം എക്സ്പോ 2025 എക്സിബിഷനിൽ വെച്ചാണ് ഈ തന്ത്രപ്രധാനമായ കരാർ യാഥാർത്ഥ്യമായത്. ഈ പദ്ധതിയെ തന്ത്രപരം എന്നാണ് റോസാറ്റം വിശേഷിപ്പിച്ചത്. സമാധാനപരമായ ആണവ സഹകരണത്തോടെയുള്ള ഇരു രാജ്യങ്ങളുടെയും അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിക്കുന്നത്. റോസാറ്റം മേധാവി അലക്സി ലിഖാച്ചേവും ഇറാന്റെ ആണവോർജ സംഘടനാ തലവൻ മുഹമ്മദ് ഇസ്ലാമിയും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. തെക്കുകിഴക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ സിരിക് മേഖലയിൽ 500 ഹെക്ടർ സ്ഥലത്താണ് പുതിയ ജനറേഷൻ 3 പ്ലാന്റുകൾ നിർമ്മിക്കുന്നത്. ഇവ പൂർത്തിയാകുന്നതോടെ 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പീക്ക് ഡിമാൻഡ് സമയത്ത് ഇടയ്ക്കിടെ വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഏറെ നിർണായകമാണ്. നിലവിൽ റഷ്യ തന്നെ നിർമ്മിച്ച തെക്കൻ നഗരമായ ബുഷേഹറിലെ 1 ജിഗാവാട്ട് ശേഷിയുള്ള ഒരു ആണവ നിലയം മാത്രമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. 2040ഓടെ 20 ജിഗാവാട്ട് ആണവശേഷി കൈവരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് 8 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്ലാമിക് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ സമ്മർദ്ദങ്ങൾ എന്തുതന്നെയായാലും ഇറാൻ തങ്ങളുടെ സമാധാനപരമായ ആണവ പദ്ധതി തുടർന്നു കൊണ്ടുപോകുമെന്നും തങ്ങൾക്ക് യാതൊരുവിധ ആണവായുധ നിർമ്മാണ ലക്ഷ്യങ്ങളുമില്ലെന്നുമാണ് മുഹമ്മദ് ഇസ്ലാമി വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള 2025 ആണവ കരാറിന്റെ സ്നാപ്പ് ബാക്ക് സംവിധാനം യൂറോപ്യൻ പാർട്ടികൾ ആരംഭിക്കുകയും ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ സുപ്രധാന നീക്കം നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. കരാറിലെ പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഓഗസ്റ്റിൽ ഉപരോധങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇറാനോട് അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയും ചൈനയും ഈ ഉപരോധങ്ങളെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. സ്നാപ്പ് ബാക്ക് നടപടിക്രമം നിയമപരമായി അംഗീകരിക്കാനാകില്ലെന്നും റഷ്യയിലെ UN പ്രതിനിധി പ്രസ്താവിക്കുകയുണ്ടായി. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയിലും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ ജൂണിൽ റഷ്യ ശക്തമായി തന്നെ അപലപിച്ചിരുന്നു. ഇസ്രയേൽ ഇറാനെതിരെ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോഴും തങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത്. പാശ്ചാത്യ ശക്തികൾ ഉപരോധവും ഭീഷണിയുമായി കടുക്കുമ്പോൾ റഷ്യയുടെ തോളിൽ കൈകോർത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ തങ്ങളുടെ ഊർജ പരമാധികാരം ഉറപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച